അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളെ സഹായിക്കാൻ സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വരണമെന്ന് പി പ്രസാദ് എം.എൽ.എ. നഗരസഭയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ജീവൻ രക്ഷാ സമിതിയുടെ പുനഃസംഘടനാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.എൽ.എ. മാധ്യമപ്രവർത്തകനും ക്യാമറാമാനുമായ അഭിലാഷിന്റെ ജീവൻ രക്ഷിക്കാൻ ധനസമാഹരണം നടത്താനും യോഗത്തിൽ തീരുമാനമായി. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന നിർധനരായ രോഗികൾക്ക് താങ്ങാവുകയാണ് ചേർത്തല നഗരസഭ. നഗരസഭയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ജീവൻ രക്ഷാ സമിതിയുടെ പുനഃസംഘടനാ യോഗം പി പ്രസാദ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നല്ല അനുഭവമായിരുന്നു അന്നത്തെ കളക്ഷൻ. ഞാൻ അതിനകത്ത് പൂർണ്ണമായി പങ്കെടുത്തതാണ്. നമുക്ക് കുറേ ജീവിതങ്ങളിൽ നമുക്ക് സഹായിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ചില അപേക്ഷകളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള കേസുണ്ട്. നമുക്ക് നീട്ടിവെക്കപ്പെട്ടതിൻ്റെ പേരിൽ നിൽക്കില്ല. പുതിയൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ വീണ്ടും ഈ സമയങ്ങളിൽ തന്നെ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. KMCN ചാനലിലെ ആദ്യകാല വീഡിയോ ക്യാമറമാനും മാധ്യമപ്രവർത്തകനുമായ CMC 12 ചെറുതുരുത്തിൽ വീട്ടിൽ അഭിലാഷിന്റെ ചികിത്സയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ജീവൻ രക്ഷാ സമിതി. 53-കാരനായ അഭിലാഷ് ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. അഭിലാഷിനും ഇത്തരത്തിൽ അടിയന്തര ധനസഹായം ആവശ്യമായ മറ്റു രോഗികൾക്കുമായി വൻതോതിലുള്ള ധനസമാഹരണത്തിനാണ് സമിതി രൂപം നൽകിയിരിക്കുന്നത്. ജൂൺ 14 ചേർത്തലയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി ധനസമാഹരണം നടത്തും. 1.5 കോടി രൂപ ഇത്തരത്തിൽ സമാഹരിക്കാനാണ് ജീവൻ രക്ഷാ സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത്. സമിതിയുടെ പുതിയ രക്ഷാധികാരിയായി പി പ്രസാദ് എം.എൽ.എയും ചെയർപേഴ്സണായി S. ശോഭനയും തെരഞ്ഞെടുത്തു. കൂടാതെ വൈസ് ചെയർപേഴ്സണായി NL വത്സലകുമാരി, ഷേർലി ഭാർഗവൻ, P. ഉണ്ണികൃഷ്ണൻ, TV ജോസഫ്, TA സുരേഷ് കുമാർ എന്നിവരെയും ജനറൽ കൺവീനറായി KT മധുവിനെയും തിരഞ്ഞെടുത്തു. ഒരു ജീവൻ കാക്കാൻ ചേർത്തലയൊന്നാകെ ഈ കാരുണ്യയാത്രയിൽ പങ്കാളിയാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ.